നമസ്കാരം പ്രദീപ്. നമസ്കാരം പ്രദീപ്, ഈ നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിലെ അതിന് ഇന്നലെ നെയ്യാറ്റിൻകര കോടതിയിൽ വന്ന വിധിയിൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ വിധി എന്ന് പറയുന്നത് റെയറസ്റ്റ് ഓഫ് റെയർ അല്ലേ? ഈ വിധി വധക്കേസിൽ കൊലക്കേസിൽ ശിക്ഷ വരുന്നത് വധശിക്ഷ, അത് റെയറസ്റ്റ് ഓഫ് റെയർ എന്നല്ലേ പറയപ്പെടുന്നത്? നമ്മൾ അങ്ങനെയല്ലേ ഇപ്പോൾ അറിയുന്നത്? അതെ അതെ, അത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായി ഇപ്പോൾ ദാസേ. അതായത് ഇത്തരം ഒരു കേസിൽ സെഷൻസ് കോർട്ടിൻ്റെ വിധിയാണത്. അതായത് നെയ്യാറ്റിൻകര സെഷൻസ് കോർട്ട് ജഡ്ജി A.M. ബഷീർ, അദ്ദേഹം നമ്മുടെ മുമ്പ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ അദ്ദേഹം ആ ബെഞ്ചിലുണ്ടായിരുന്നു, കേസ് കേട്ടതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വധശിക്ഷ, അതായത് മരണം വരെ തൂക്കിലേറ്റണം. അത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി ബോധപൂർവം കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി ഇയാൾക്ക് വിഷം കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ പാറശാലയിലാണ് ഈ ഷാരോൺ രാജിൻ്റെ വീട്. ഇവരാവട്ടെ ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ല തമിഴ്നാടിൻ്റെ ഭാഗം, അവിടെയാണ് അവരുടെ വീട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും രണ്ട് ജുറിസ്ഡിക്ഷൻ പരിധിയിലാണുള്ളത്. അപ്പോൾ ഈ കേസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ക്രൈം ബ്രാഞ്ച് വളരെ ഭംഗിയായിട്ട് അത് അന്വേഷിച്ചു. അതിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഈ പോലീസ് എഴുതി ചേർത്ത ഒരു വലിയൊരു ക്ലോസ് അതിലുണ്ട്. അതായത് ഈ അന്യസംസ്ഥാനമായതിൻ്റെ പേരിൽ പിന്നെ ഇവരെ എങ്ങനെ പൂട്ടാമെന്ന് ക്രൈം ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നിയമപരമായി അവർ ചെയ്ത ലോക്ക് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകൽ. ഈ തട്ടിക്കൊണ്ടുപോകൽ ഇതിലെങ്ങനെ വന്നത് എന്നുള്ളതിൻ്റെ നിയമവ്യാഖ്യാനം പറയണത്, ഒരു പ്രതിയെ കൊല്ലണം എന്ന് മനഃപൂർവ്വം കരുതിക്കൂട്ടി അവരെ വിളിച്ചു വരുത്തൽ, അത് തട്ടിക്കൊണ്ടുപോകൽ എന്ന ആ ഒരു നിയമ വിഭാഗത്തിൽ പെടും. അപ്പോൾ വളരെ വിശദമായിട്ട് നിയമത്തിൻ്റെ നൂലാമാല പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഈ വകുപ്പ് അതിൽ ചേർത്തത്. ആ ഒരു വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഗ്രീഷ്മ കുടുങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ അയ്യപ്പദാസ് പറഞ്ഞ വധശിക്ഷയിലേക്ക് വരാം. ഈ റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്ന് പറയുമ്പോൾ അത്തരം കേസസിന് മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ വധശിക്ഷ കൊടുക്കുക. ഇപ്പോഴും അത് അപരിഷ്കൃത സമൂഹത്തിൻ്റെ വിധിയായിട്ട് തന്നെയാണ് ഈ തൂക്കിക്കൊല നമ്മൾ ഇപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. വളരെ റയറസ്റ്റ് ഓഫ് റയർ കേസസിൽ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അതെ, അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് കരുതിക്കൂട്ടി കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗ്രീഷ്മ ഇയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ള എല്ലാ തെളിവുകളും പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരേ സമയത്ത് 1 മിനിറ്റിനുള്ളിൽ 20-ലധികം മെസ്സേജാണ് ഈ ഷാരോണിൻ്റെ ഫോണിലേക്ക് അന്നേ ദിവസം ഈ പെൺകുട്ടി അയച്ചിട്ടുള്ളത്. അത് 1 മിനിറ്റിനിടയ്ക്ക് 20-ലധികം മെസ്സേജുകൾ. അതൊക്കെ കൃത്യമായ രീതിയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ എവിഡൻസുകളും, ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ എല്ലാ എവിഡൻസും പെൺകുട്ടിക്ക് എതിരാണ്. പിന്നെ നേരത്തെ തന്നെ ഷാരോണിന് പാരസെറ്റമോൾ പോലുള്ള ഗുളികകൾ ജ്യൂസ് ചലഞ്ചാണ്, ജ്യൂസിൽ ചേർത്ത് കൊടുത്തിട്ട് അന്നേലിൻ്റെ രുചി വ്യത്യാസം കാരണം ഇയാളത് കഴിച്ചില്ല, അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇൻ്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളിൽ പരിധിയാണ് ഈ പാരാക്വിറ്റ്, അതാണ് വിഷം, കീടനാശിനി. അത് വളരെ സ്ലോ പോയിസണാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അങ്ങനെ പ്രവർത്തിക്കണം. അതായത് ആന്തരികാവയവങ്ങളെല്ലാം ഇയാളെ നാവ് പിഴുതുപോയി, അഴുകി അടർന്നു പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആലോചിച്ച് നോക്കണം. വൃക്ക തകരാറിലായി, കരൾ നശിച്ചുപോയി. അതിന് വേറെ അത് എടുത്തു പറയാൻ ആ ജഡ്ജി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് തൻ്റെ കരൾ, എല്ലാവരും പറയണ ഇപ്പോൾ കരളായിട്ട് തന്നെയാണ് ഈ പ്രണയിനിയെ കണ്ടിരുന്നത്. അതിനാണ് കരൾ. ഇപ്പം എല്ലാവരും അതെ, ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കരളെന്ന് വിളിക്കുമെന്നാണല്ലോ പറയണത് നമ്മൾ പ്രണയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കരളായി തന്നെ പാട്ട് വരെ ഉണ്ടല്ലോ, അതെ അതെ. അപ്പോൾ ഒരു പെൺകുട്ടീനെ ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ അവൾ സ്വന്തം കരൾ പോലെ തന്നെ കരളായി തന്നെ കാണുന്ന അവള് കൊടുത്ത വിഷദ്രാവകം കഴിച്ച് ഇയാളുടെ കരൾ പോലും പോയി, ജീവനും ജീവിതവും എല്ലാം പോയി, നാവ് അഴുകി അടർന്നു പോയി, മലദ്വാരം ഏനസ് വരെ
തകർന്ന് ചീഞ്ഞളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് പറയുമ്പോൾ ആമാശയം ആന്തരികാവയവങ്ങളെല്ലാം പോയി. അപ്പോൾ ആ വിഷത്തിന് അത്രത്തോളം പരിണിത ഫലമുണ്ട് ഭവിഷ്യത്തിനെന്ന് കണ്ടെത്തിയത് ഇൻ്റർനെറ്റിൽ തിരഞ്ഞിട്ടാണ്. അവിടെ മുതലുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് വിധിവാക്യത്തിൽ വിധി പ്രസ്താവ്യം 586 പേജുള്ള വിധിയാണ്. വളരെ വിശദമായിട്ട്, അതായത് ഈ സെഷൻസ് കോടതി ഈ ജഡ്ജി A.A. ബഷീർ അത്രത്തോളം വൈകാരികമായി തന്നെ അതിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വധശിക്ഷ ഈ പെൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണക്കാരേക്കാൾ ഉപരിയായിട്ട് അവർക്ക് എന്തായാലും നിയമം വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാൻ സാധിക്കും മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ വധശിക്ഷ ഒരുപക്ഷെ നിലനിൽക്കില്ല. ഇപ്പോൾ ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കൊക്കെ ഈ ഗ്രീഷ്മയുടെ ബന്ധുക്കളോ ഹർജിയായി പോയി കഴിഞ്ഞാൽ വിധിക്കെതിരെ പോയാൽ ഒരുപക്ഷെ അത് ജീവപര്യന്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷാവിധികളായിട്ട് ചുരുക്കപ്പെടും എന്ന് ഈ A.A. ബഷീർ എന്ന ജഡ്ജിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷേ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആളുകൾ അതിൻ്റെ ഈ കൺഫർമേഷൻ പീരീഡ് പ്രോസസ്സിംഗ് ഒക്കെ ശരിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 6 വർഷം കഴിയുമെന്ന് പറയുന്നത്. അതായത് ജില്ലാ കോടതി നെയ്യാറ്റിൻകര കോടതി, അതെ നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് നമ്മൾ ഇത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ പ്രോസസ്സിംഗ് കഴിയണം. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ 6 വർഷം. അതെ ഇപ്പം നമുക്കൊരു ഹൈക്കോടതിയേ ഉള്ളൂ ഇവിടെ, എല്ലാവർക്കും കൂടി ഒരു സുപ്രീം കോടതിയേ ഉള്ളൂ. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുമെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ നിയമവശങ്ങളാണ് അവർ നോക്കുന്നത്. അല്ലാണ്ട് കേസിൻ്റെ മെറിറ്റിൽ അവർ ഇന്നത് പരിശോധിച്ചെന്ന് നോക്കാൻ സുപ്രീം കോടതിക്ക് അവിടെ സമയമില്ല. അത്രത്തോളം കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ഈ കേസ് ചെന്ന് അതിൻ്റെ കൺഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ നടക്കണമെങ്കിൽ 6 വർഷം മിനിമം എടുക്കുമെന്ന് പറയുന്നത് 6 വർഷം എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീഷ്മയുടെ ഈ കേസിൽ 6 വർഷം മിനിമം എടുക്കും എന്ന് വയ്ക്കുമ്പോൾ ഞാനതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചേക്കുന്ന കാര്യങ്ങളാണ്, അവരായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്. 6 വർഷം എടുക്കും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ഒരു കാരണവശാലും ആ പീരീഡിൽ പരോൾ കൊടുക്കില്ല. ഈ 6 വർഷം പരോൾ കൊടുക്കില്ല. അത് നമ്മുടെ നിയമസംഹിതയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 6 വർഷം പരോൾ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേഷനുള്ള ആളുകൾക്ക് വരെ കാണുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളാവട്ടെ ആരും ആവട്ടെ അവർ സന്ദർശിക്കുന്നതിന് വരെ സമയപരിമിതി സാധാരണ തടവുകാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. ഫലത്തിൽ പറഞ്ഞ ഏകാന്ത തടവ്, കഠിന തടവിന് വിധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇത്തരം ആളുകളെ അവിടെ പാർപ്പിക്കുക. അപ്പോൾ ആ സെല്ലിൽ 6 വർഷം ഗ്രീഷ്മ കഠിന തടവ്, ഏകാന്ത തടവ് അനുഭവിക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരു വേള ഈ ജസ്റ്റിസ് A.A. ബഷീർ തീരുമാനിച്ചിട്ടുണ്ടാവുക. കാരണം എത്രത്തോളം കൊടും ക്രൂരകൃത്യം ചെയ്ത ഒരാൾക്ക് തന്നാലാവുന്ന ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹത്തിന് നിയമവശം പരിശോധിക്കാതെ അദ്ദേഹം ചെയ്യൂലല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ബാക്കി നമ്മുടെ ജഡ്ജസ് ഇപ്പം മറ്റു ജഡ്ജസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നത് പോലെ ആണെങ്കിലും പ്രദീപ് പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതെ നിയമം പരിശോധിക്കാതെ ഒരു കാരണവശാൽ അദ്ദേഹം ശിക്ഷ വിധിക്കില്ല. ഇപ്പം അതല്ലാതെ നമ്മൾ പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യം തന്നെയാണ്, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം കൂടി അതിൽ കണ്ടിട്ടുണ്ടാവാം. വധശിക്ഷ ഒരുപക്ഷെ മേൽക്കോടതിയിൽ പോയാൽ സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ നമ്മൾ അതെ. ഇപ്പോൾ സാധാരണ സെഷൻസ് കോടതി വിധികളിലൊക്കെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ വിധി വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അത് ഈ പിന്നെ ഇതിൽ വേറെ വ്യത്യാസമാണ്. ഇപ്പോൾ സെഷൻസ് കോടതി ജഡ്ജി ഒരു വിധി പ്രസ്താവ്യം നടത്തി കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ ആ വിധി പ്രസ്താവ്യം മാറുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിന് ഘടകവിരുദ്ധമായ രീതിയിലേക്കാണ് വിധി വരണമെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ കരിയറിനെയൊക്കെ ബാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നോക്കിയൊക്കെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കാതെ നിയമത്തിലില്ലാതെ അദ്ദേഹം അത് ചെയ്യില്ല. പക്ഷേ വധശിക്ഷ മാറിപ്പോകുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. കാരണം സുപ്രീം കോടതിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അതിൽ ജീവപര്യന്തമായിട്ട് കുറയ്ക്കപ്പെടാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതെ 23 വയസ്സ് 24 വയസ്സാകുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വധശിക്ഷ കാത്തു കഴിയുന്ന ചുരുക്കം ചില ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഗ്രീഷ്മ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം കൂടി ഗ്രീഷ്മ അനുഭവിക്കണം. അതായത് പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാണ് ഷാരോൺ എന്ന് വളരെ കാവ്യാത്മകമായിട്ടാണ് ജഡ്ജ്മെൻറ്റ്. ഒരു ജഡ്ജി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വൈകാരികമായിട്ട് ഈ വിഷയം അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവണം, അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാണ് ഷാരോൺ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഈ കുട്ടി ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി നൽകിയിരിക്കുന്ന ഒരു സന്ദേശം ഇഷ്ടപ്പെടുന്ന ആളെ, വിശ്വസിക്കുന്ന ആളെ വഞ്ചിച്ച് കൊല്ലുക അത് ഒരിക്കലും നമുക്ക് സഹിക്കത്തക്കതല്ല. സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു. പ്രണയത്തെ കൊന്ന കുട്ടിയെന്ന് കൂടി പറയണം. പ്രതിഭ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പബ്ലിക് ഒപ്പീനിയനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
പ്രദീപ് പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പെൺകുട്ടികളോട് തന്നെ ഞങ്ങൾ ചോദിച്ചിരുന്നു. പെൺകുട്ടികൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു അവൾ കാണിച്ചത് ക്രൂരതയാണ്, അവൾ പ്രണയത്തെയാണ് കൊന്നത് എന്ന് ഈ പെൺകുട്ടികൾ, മഹാരാജ് കോളേജിലെ കുട്ടികൾ, ലോ കോളേജിലെ ചില വിദ്യാർത്ഥികൾ ഒക്കെ പറഞ്ഞു. അല്ല, അത് ശരി തന്നെയുള്ളത് ഒരു വിശ്വാസമാണല്ലോ എല്ലാം. ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ കാമിതാക്കളായിട്ടും പ്രണയാതാക്കളായിട്ടൊക്കെ ജീവിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? എല്ലാ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസ വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ഒരു നിമിഷം കൊണ്ടുണ്ടായ ഒരു ഉൾപ്രേരണ ഉണ്ടായതല്ല, അത് ഒരു നിമിഷം കൊണ്ടുണ്ടായ തീരുമാനമല്ല, പ്രകോപനവുമല്ല. അല്ല, തന്നെയല്ല, അത് ഈ കുട്ടിക്ക് ഏതോ ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനുമായി അവർ കല്യാണാലോചന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ബന്ധം ഉറപ്പിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഷാരോൺ എന്ന് പറയുന്ന ഇയാളെ ഒഴിവാക്കേണ്ടത് അതുകൊണ്ട് ഇവരുടെ ആവശ്യമായിട്ട് വന്നു. ഈ ഷാരോൺ അവന്റെ ജ്യേഷ്ഠനുമായി ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടർ. ജ്യേഷ്ഠനോട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. അവർ തമ്മിൽ പിണങ്ങി മാറിയിരുന്നതാണ്. എന്നിട്ട് ഈ കുട്ടി വീണ്ടും നയത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് ഏതോ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ചൊക്കെയാണ് ആദ്യം താലി കെട്ടുന്ന ആൾ മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് താലി വരെ വാങ്ങിപ്പിച്ച് ചെയ്തതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ അറിയുന്ന കഥകളല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കേസിന്റെ ഒരു മെറിറ്റിലേക്ക് വരുമ്പോൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇത് ജഡ്ജി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസവഞ്ചന പ്രണയത്തെ നശിപ്പിച്ച് പ്രണയത്തെ കൊല ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും അത് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശം, ആ സന്ദേശം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല. ഇനി വരും തലമുറകൾക്ക് ഇതൊരു പ്രചോദനമാകാൻ പാടില്ല. അതുകൊണ്ട് മാതൃകാപരമായി തന്നെ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. നിയമത്തിലില്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹത്തിന് ഇങ്ങനെ നിയമവ്യാഖ്യാനങ്ങളെ കുറിച്ച് അദ്ദേഹം എടുത്ത് ചോദിച്ചോട്ടെ, ഈ 6 വർഷവും ഏകാന്ത തടവിലായിരിക്കും, പരോൾ കിട്ടുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ 6 വർഷം കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒരു മനംമാറ്റം ഉണ്ടാകട്ടെ എന്ന് തന്നെ കോടതി തന്റെ തെറ്റിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ ആക്കിയതല്ല. അല്ല, ഈ മനംമാറ്റം അല്ലെങ്കിൽ മാനസാന്തരം പശ്ചാത്താപം അതെ. ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകർ കോടതിയിൽ ബാധിച്ചു അത് തന്നെയാണ്. കാരണം ഒരു മാനസാന്തരം വന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കണം. 23 വയസ്സായിട്ടുള്ളൂ, പഠിക്കാൻ പിടിക്കുകയാണ്, ഒറ്റ മകളാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ജഡ്ജി ഇവർക്കൊരു മാനസാന്തരം വരണം എന്നുള്ള അർത്ഥത്തിൽ ആണോ കൊടുത്തേക്കണമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ 6 വർഷം ഏകാന്ത തടവ്, കഠിന തടവ് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ജീവിതത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാൾ ഏത് തരത്തിൽ ചിന്തിക്കും, തിരിച്ചു വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. എത്ര ഉയർന്ന മാനസികാവസ്ഥയുള്ളവരാണെന്നുണ്ടെങ്കിലും എത്ര ആത്മസമീപനം ഉള്ളവരാണെന്നുണ്ടെങ്കിലും 6 വർഷത്തെ കഠിന തടവ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആലോചിക്കാവുന്നതിൽ അപ്പുറത്തേക്കുള്ള കാര്യമാണ് ഏകാന്ത തടവൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ ഈ കൺഫർമേഷൻ പ്രോസസ്സിങ് കഴിയുന്നവരെ ഒരു കാരണവശാലും ജാമ്യമില്ല, പരോളില്ല. ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേഷൻസിന് പോലും അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രണയിക്കുക അല്ലെങ്കിൽ പ്രണയ ഭംഗങ്ങൾ ഉണ്ടാവുക, പരസ്പരം തെറ്റിപ്പിരിയുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ പലതും ചെയ്യാമായിരുന്നു. പക്ഷെ ക്രൂരമായിട്ട് ഇയാൾ ജ്യൂസ് കൊടുക്കുമ്പോഴും ഇതിൽ കയ്പ് രസം തോന്നിയപ്പോഴും പറഞ്ഞത് ഷാരോണിന്റെ പ്രണയം അത് കറക്റ്റ് ശരിക്കുള്ള ഒരു പ്രണയമായിരുന്നു ആ യുവാവിനുണ്ടായിരുന്നത്. അതെ, ഈ ജ്യൂസ് അവൻ ആ പ്രണയം അത്ര കണ്ട് ദിവ്യമായിട്ട് തന്നെയാണ് എന്നൊക്കെ നമ്മളിതിൽ പറയപ്പെടുന്നുണ്ട്. ഇവർ ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ ഇത് കയ്പ് രസമുള്ള കഷായ ജ്യൂസാണ് ഞാൻ തന്നത്, ഞാനും അത് തന്നെ കഴിക്കണേന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഇയാളത് കഴിച്ചു. പിന്നീട് ഈ പോലീസ് മജിസ്ട്രേറ്റ് ഷാരോണിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന അവസരത്തിൽ മരിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവർ മൊഴി രേഖപ്പെടുത്തും മജിസ്ട്രേറ്റിന് മുമ്പിൽ. ഈ സമയത്ത് ഒക്കെ തന്നെ ഒരു കാരണവശാലും ഗ്രീഷ്മ എനിക്ക് വിഷം തന്നുവെന്നോ അല്ലെങ്കിൽ ഗ്രീഷ്മ തന്ന പാനീയം കഴിച്ചിട്ടാണ് ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഷാരോണിന് അറിയാം, കാരണം അയാൾ BSc റേഡിയോളജി സ്റ്റുഡൻ്റാണ് അയാൾ. അപ്പോൾ അയാൾ അത്യാവശ്യം വിവരമുള്ള ആൾ തന്നെയാണ്, സമൂഹത്തെക്കുറിച്ച് അറിയാവുന്ന ആളാണ്. അതെ, ഈ ഗ്രീഷ്മ ഈ വിഷപാനീയം കൊടുത്തതിന് ശേഷം അയാൾ മറ്റൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അയാൾക്കറിയാം എവിടെ നിന്നാണ് ഈ പോയിസൺ വന്നിരിക്കുന്നത്, ഉറപ്പാണ്. തൻ്റെ ശരീരത്തിൽ ഈ ഫുഡ് പോയിസൺ എവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഗ്രീഷ്മ കൊടുത്ത ആ ഒരു പാനീയത്തിൽ അയാൾ ചെന്നെത്തി നിൽക്കും. അയാൾക്കറിയാം ഇന്ന ആൾ തന്ന വിഷം കൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പോലും ഇയാൾ ഇവരുടെ പേര് പോലീസിൻ്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഇവരാണതിൽ പ്രതി എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ജഡ്ജിക്ക് തോന്നിയ ഒരു വികാരം തന്നെ നമുക്ക് തോന്നുന്നത് പ്രണയത്തെ കൊന്നു, പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാണ് ഷാരോൺ. അപ്പോൾ അതിന് തക്കതായ ഒരു ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം വിശ്വാസവഞ്ചനയാണ്. പ്രണയത്തെ നിരസിക്കാം,
നമുക്ക് ചേരുന്നില്ല, നമുക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ പ്രണയത്തെ നിരസിക്കാം. അത് ഏകപക്ഷീയമായിരിക്കരുത്. രണ്ടു കൂട്ടരും തമ്മിൽ എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിരിയാം, അതിനെ നിരസിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ അവിടെയും പരസ്പര ധാരണയോടുകൂടി തന്നെ ആയിരിക്കണം. ഇവിടെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ഇല്ലാതാക്കുക, ആ പ്രണയത്തെ നിഷ്കരണം, വധിക്കുക. ഇവരാണ് കൊന്നത്. അപ്പോൾ ഇവിടെ ജഡ്ജി കൊടുത്തിരിക്കുന്ന ശിക്ഷ അത് അദ്ദേഹത്തിന് അറിയാം എന്താണ് അത് സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനൊരു കഠിന തടവിന് കൂടിയാണ് അദ്ദേഹം വിധിച്ചേക്കണം എന്നുള്ളതാണ് വിധിവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും ഇനി എന്താണ് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ റയർ കേസായിട്ട് പരിഗണിച്ചിരിക്കുന്നു. ഇനി റയർ കേസായിട്ട് തന്നെ പരിഗണിച്ച് പ്രദീപ് തന്നെ പറഞ്ഞത് ഇത് അവസാനിപ്പിക്കും. അതെ, അപ്പോൾ ഈ ശിക്ഷ ഇനി മേൽക്കോടതിയിൽ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും, അതിന് നിയമപരമായിട്ട് എന്ത് തരത്തിലുള്ള സാധ്യതകളുണ്ടാകും, ഏത് തരത്തിലുള്ള സാധൂകരണം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശകലനം ചെയ്ത് തന്നെയാണ് വിധി വന്നിരിക്കുന്നത്. പോലീസ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യക്ഷമതയോടുകൂടി പഴുതടച്ച അന്വേഷണവും അത് കോടതി അതെ പ്രോസിക്യൂഷൻ ഈ പോലീസിനെ വളരെ ഭംഗിയായിട്ട് അഭിനന്ദിച്ചിരിക്കണം ഈ കേസിൽ അവർ നടത്തിയ അന്വേഷണത്തിൽ. കേരള പോലീസിന് അതിനുള്ള ഒരു മികവുണ്ടെന്നുള്ളത് പോലീസിന് മികവ് ഇല്ല എന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല. കാരണം മറ്റു രാഷ്ട്രീയ പ്രേരണകളാണ്. അതെ, കയ്യും കാലും കണ്ണും ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിമിതികളുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ നവീൻ ബാബുവിന്റെ കാര്യത്തിലൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി പോകണ്ട. എന്തായാലും ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം.